ഇനി ബൈജൂസിന് എന്ത് സംഭവിച്ചു? ബൈജൂസ് വളരെ നല്ല രീതിയിൽ കൂടുതൽ അസറ്റ് ബേസ് ആയി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയായിരുന്നു. പക്ഷെ അതൊരു ഇ കമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ഓൺലൈൻ വഴി നടത്തുന്ന ഒരു ബിസിനസ്, അതാണ് ഇ കമേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു കമ്പനിയായിരുന്നു. അപ്പോൾ അവരുടെ എന്താ പറയുക, അസറ്റ് മാനേജ്മെൻറ്റ് വളരെ വ്യത്യസ്തമായിരിക്കണം. സാധാരണ ഒരു എന്താ പറയുക, കൊളാട്രൽ ബേസ് ഉള്ള ഒരു കമ്പനിയുടെ പോലെ ആയിരിക്കരുത്. അതായത് കൊളാട്രൽ ബേസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആസ്തി കാണലെ ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ കുറേ മെഷീനറി ഉണ്ട് ഒരു കമ്പനിക്ക്, അപ്പോൾ കാണലെയുള്ള ആസ്തിയാണ് അതൊക്കെ, അല്ലേ? അപ്പോൾ അതാണ് ഈ കൊളാട്രൽ എന്ന് പറയുന്നത്. അതില്ലാത്ത അതേ രീതിയിൽ അതല്ല നമ്മുടെ അവർക്ക് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ കാണലെയുള്ള അസറ്റുകളെല്ലാം അങ്ങനെയുള്ള കമ്പനീസ് കൂടുതൽ മെർജർ ആൻഡ് അക്വിസിഷൻസ്, അതായത് പല പുതിയ കമ്പനീസിനെ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ അത് വളരെയധികം അനാലിസിസ്